കേരളത്തിൽ വധിക്കാൻ പദ്ധതിയിട്ടവരുടെ പട്ടികയിൽ 977 പേർ. അതിൽ RSS BJP നേതാക്കളും റിട്ടയർഡ് ജഡ്ജിയും. പോപ്പുലർ ഫ്രണ്ട് വധിക്കാൻ തയ്യാറാക്കിയ ഹിറ്റ് ലിസ്റ്റിൽ RSS നേതാവ് വത്സൻ തില്ലങ്കേരി മുതൽ ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ KP ശശികല വരെയുണ്ട്. NIA കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് PFIയുടെ ഈ ഹിറ്റ് ലിസ്റ്റിനെ കുറിച്ചും ഇപ്പോഴും ഇവിടെ തീവ്രവാദ സംഘടനകളുടെ സ്ലീപ്പിംഗ് സെൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും വ്യക്തമാക്കുന്നത്. ആലുവയിലെ പെരിയാർ വാലി ക്യാമ്പസ് PFIയുടെ ആയുധ പരിശീലന കേന്ദ്രമായിരുന്നുവെന്നും NIA പറയുന്നു. പോപ്പുലർ ഫ്രണ്ട് തയ്യാറാക്കിയ കൊലപ്പെടുത്താനുള്ളവരുടെ ഹിറ്റ് ലിസ്റ്റിൽ കൂടുതലും BJP RSS നേതാക്കൾ. 3 ഇടങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത ഹിറ്റ് ലിസ്റ്റിൽ RSS നേതാവ് വത്സൻ തില്ലങ്കരിയുടെയും ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ KP ശശികലയുടെയും പേരുകളുണ്ട്. പട്ടികയിൽ ഉൾപ്പെട്ട റിട്ടയർഡ് ജഡ്ജി ആലുവ സ്വദേശിയാണ്. ആലുവ സ്വദേശികളായ മറ്റ് 2 പേരെക്കുറിച്ചും ഹിറ്റ് ലിസ്റ്റിൽ പരാമർശമുണ്ട്. ശ്രീനിവാസൻ വധക്കേസിലെ പ്രതി സിറാജുദ്ദീനിൽ നിന്നും ഒരു പട്ടിക ലഭിച്ചു. അതിൽ 240 പേരാണ് ഉണ്ടായിരുന്നത്. ആലുവ പെരിയാർ വാലിയിലെ PFI ഓഫീസിൽ നിന്ന് ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട 5 പേരുടെ വിവരങ്ങൾ ലഭിച്ചു. അറസ്റ്റിലായ അയൂബിന്റെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തത് 500 പേരുടെ പട്ടിക. പെരിയാർ വാലിയിൽ നിന്ന് 232 പേരുടെ പട്ടികയും ലഭിച്ചിട്ടുണ്ട്. ശ്രീനിവാസൻ വധക്കേസിലെ പ്രതികളായ മുഹമ്മദ് ബിലാൽ, റിയാസുദ്ദീൻ, അൻസാർ KP, സഹീർ എന്നിവരുടെ ജാമ്യാപേക്ഷയെ എതിർത്തപ്പോഴാണ് NIA ഈ വിശദാംശങ്ങൾ കോടതിയിൽ നൽകിയത്. ഹർജിക്കാർക്കെതിരായ ആരോപണങ്ങൾ ഗൗരവമുള്ളതാണെന്ന് ചൂണ്ടിക്കാട്ടി ജാമ്യാപേക്ഷ കോടതി തള്ളി. 977 പേരെയാണ് PFI കൊല്ലാനോ ആക്രമിക്കാനോ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്ന റിപ്പോർട്ടേഴ്സിന് 36 ചോദ്യങ്ങളടങ്ങുന്ന ക്വസ്റ്റ്യനെയർ നൽകിയിരുന്നുവെന്നും കൃത്യം ആസൂത്രണം ചെയ്യുന്ന രീതി എങ്ങനെയെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ചോദ്യങ്ങളെന്നും NIA പറയുന്നു. ന്യൂസ് 18 കൊച്ചി, തിരുവനന്തപുരം.